ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നത്. ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, തക്കുമോളുടെ ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ കുറച്ച് വീഡിയോസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇടുന്നത് കേട്ടോ. കാലത്ത് 9 മണിക്കാണ് പള്ളിയിലത്തെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു 8:45 പള്ളിയിലെത്തണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഒരുങ്ങിയതേ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഗ്രാം അല്ല, ഗ്രൂപ്പായിട്ടുള്ള ആദ്യ കുർബാന സ്വീകരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലത്തെ ചടങ്ങുകളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് നോക്കി നമുക്ക് ഇങ്ങനെ ആരൊക്കെയോ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് ഇട്ടത് കേട്ടോ. അങ്ങനെ പള്ളിയിലത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞും അവർ ഫോട്ടോ സെഷൻ, ഗ്രൂപ്പായിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ഇനി നമുക്ക് കാസിനോയിൽ വെച്ച് കാണാം. ഫോട്ടോക്ക് പോസ് ചെയ്ത് ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമുക്ക് സ്റ്റേജിന്റെ പരിപാടികൾ തുടങ്ങുകയാണ്. അപ്പം ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വന്നിരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ അമാൻഡ, നമ്മുടെ എല്ലാവരുടെയും തക്കു ഈശോനെ ആദ്യമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ ഉള്ളിൽ എന്താ പറയുക, പരിശുദ്ധിയും എല്ലാം കൊണ്ടിട്ടാണ് തക്കു ഇങ്ങോട്ട് വരുന്നത്. തക്കുനുള്ളിൽ ഈശോ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും തക്കുവിന് കൊടുക്കാം, അമാൻഡയ്ക്ക് കൊടുക്കാം. അമാൻഡേനെയും അമാൻഡയുടെ ഹോൾ ഫാമിലിനെയും നമുക്ക് അമാൻഡയുടെ അപ്പച്ചൻ പുറത്ത് പോയിക്കാണ്, ഇപ്പോൾ വരും. പപ്പ വരുന്ന 2 സെക്കൻഡിന് ശേഷം നമുക്ക് അവരെല്ലാവരെയും വേദിയിലേക്ക് നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അമാൻഡിനെയും ഫാമിലിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എല്ലാവരും ചേർന്ന് നല്ല ഒരു കയ്യടി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റാറിന്റെ ഫാമിലിയും വന്നു. ഈ നിമിഷത്തിൽ ഇവരുടെ കൂടെ തന്നെ ഈ സ്റ്റേജിൽ നമ്മൾ പ്രസൻസ് ആഗ്രഹിക്കുന്നത് അമാൻഡയുടെ ഗ്രാൻഡ് പാരൻസിനെയാണ്. 2 ഗ്രാൻഡ് പാരൻസിനെയും നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിമിഷം, ഒരു നല്ല നിമിഷമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയോട് കൂടെ ഇന്നത്തെ പരിപാടികളെല്ലാം നമുക്ക് ആരംഭിക്കാം. ഒരു പാട്ട് പാടാനായി, ഒരു പ്രാർത്ഥനാ ഗാനം പാടാനായി അമാൻഡനെയും അമാൻഡയുടെ ചേച്ചിമാരെയും സ്വാഗതം ചെയ്യുന്നു. യേശു
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. മറ്റെല്ലാ പരിപാടികളിലും പോലെ തന്നെ നമ്മൾ ഈ പരിപാടി ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. ആദ്യം ആ മെഴുകുതിരി കത്തിച്ച് അമാൻഡ 2 അപ്പാപ്പനമ്മമാരുടെ അനുഗ്രഹം വാങ്ങിച്ച് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് വേണം മെഴുകുതിരി കത്തിക്കാൻ. ഓക്കെ, പാപ്പന്റെയും റോസിയമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചു ശേഷം പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് അമാൻഡ മെഴുകുതിരി കത്തിക്കാം. പ്രാർത്ഥനയുടെ നിമിഷമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ആശംസകളും തക്കുന്റെ കൂടെ ഉണ്ടാവണം. ഇനി ഇവിടെ നിന്നുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം കാട്ടാൻ അമാൻഡയുടെ കൂടെ എന്നും ഈശോയും ഉണ്ടാവും. പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെലിബ്രേഷന് സമയമാണ്, സന്തോഷത്തിന്റെ സമയമാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് സന്തോഷം പങ്കുവെക്കാൻ പോകുന്നത്. പപ്പയുടെയും അമ്മയുടെയും കൈ പിടിച്ച് അമാൻഡയ്ക്ക് കേക്ക് കട്ട് ചെയ്യാം. ആ സമയം നമ്മുടെ എല്ലാ ആശംസകൾ നല്ലൊരു കയ്യടിയുടെ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. അമാൻഡ അച്ഛനും കൂടെ കൈ പിടിച്ചോളൂ. നല്ല കയ്യടി കൊടുക്കാം അമാൻഡയ്ക്ക്. നമ്മുടെ എല്ലാവിധ ആശംസകളും കൺഗ്രാജുലേഷൻസും ഇന്നത്തെ ദിവസത്തിന് അമാൻഡയുടെ കൂടെ ഉണ്ടാവും. ഗ്രാൻഡ് പേരൻസിനും സിസ്റ്റേഴ്സിനും അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം മധുരം കൊടുക്കാം. ഇന്നത്തെ ഈ ദിവസം അമാൻഡയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞവരെല്ലാവരും അമാൻഡയുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ സന്തോഷവും സ്നേഹവുമാണ് നമ്മൾ ഈ മധുരം പങ്കുവെക്കുന്നതിലൂടെ പങ്കുവെക്കുന്നത്. ഇനി പപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിമാർക്കും മധുരം പങ്കുവെക്കാം. സെലിബ്രിറ്റീസ് എല്ലാം കഴിഞ്ഞു ഹാളിലുള്ള. ഇനി ഫോട്ടോ സെഷന്റെ സമയമാണ്. ഫാമിലി വൈസ് ആയിട്ട് ചേട്ടൻ പറയുന്ന അനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. എങ്കിൽ നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. ഫുഡ് കൗണ്ടേഴ്സ് പോയി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഇവിടെ വന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. കാരണം ഇനി നമുക്ക് പരിപാടികളെല്ലാം ഉണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അവരുടെ ഫ്രണ്ട്സിന്റെ ഡാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കാണണമെങ്കിൽ എല്ലാവരും ഭക്ഷണത്തിന് ശേഷം ഹാളിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. അതിനുശേഷം വേദിയിൽ വന്ന് അമാൻഡയുടെ കൂടെ ഫോട്ടോ സെഷനിൽ പങ്കുകൊണ്ട് ഈ ദിവസത്തിന്റെ ഓർമ്മ ഇവരുടെ ആൽബത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ നിങ്ങളുടെ മുഖങ്ങളും ചിരിച്ച മുഖങ്ങളും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആശംസകൾ അമാൻഡയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ സെഷനും വരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ അമാൻഡയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്റ്റേജ് മേലത്തെ മെയിൻ പരിപാടികളെല്ലാം നമ്മുടെ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. തക്കുമോളുടെ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ കസിൻസിൻ്റെയും പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റി മേമയായിരുന്നു ആങ്കറിങ്ങൊക്കെ ചെയ്തത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഗിഫ്റ്റി മേമ.
എന്റെ ചങ്കാളന്റെ യേശു ചങ്കിരച്ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ ഇന്നെടുക്കുന്ന യേശു ചങ്കാളൻ എന്റെ ചങ്കാളന്റെ യേശു പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ പെണ്ണാളെ കണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ താമരപ്പൂമോളെ കന്നി താമരപ്പൂമോളെ ഇങ്ങോട്ട് നോക്കി ചിരിച്ച് ചിരിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു അറിയാൻ ഈസിയാണ്. എന്നാലും കൈ ഫ്രീ ആയിട്ടുള്ള എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ ജസ്റ്റ് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ്. വന്നു ചേർന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.